ഹലോ മച്ചമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു അടിപൊളി കിടുക്കാച്ചി സിനിമയുടെ കഥയാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയല്ല, പക്ഷേ കഥയുടെ ആരംഭത്തിൽ ഒരു കൊലപാതകം നടത്തുന്നുണ്ട്. അതാരാണെന്ന് കഥയുടെ അവസാനം മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്നാൽ ഈ കഥയിൽ ആ കാര്യം മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് വേറെയും കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഒന്നുമല്ല. അതിന് പകരം അവസാനം കുറെ അധികം ട്വിസ്റ്റുകളൊക്കെ ആയിട്ടുള്ള ഒരു കിടിലൻ ത്രില്ലറാണ്. അപ്പൊ പിന്നെ നേരെ നമുക്ക് ഈ ഒരു കഥയിലേക്ക് പോവുകയല്ലേ, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു റോയൽ ഫാമിലിയിൽപ്പെട്ട അഹൂജ എന്ന് പറഞ്ഞ ഒരാളെ കാണിക്കുകയാണ്. ഇയാളുടെ കീഴിൽ വലിയൊരു കമ്പനിയുണ്ട്. ഒരു അഗ്രി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ചന്ദ്രസൂര്യ. എന്നാൽ ഇതിന്റെ ഓണർ അഹൂജ മാത്രമല്ല, ഇയാളുടെ പാർട്ട്ണർ ആയിട്ടുള്ള ജോഷിയും കൂടിയാണ്. ഈ രണ്ടാൾക്കാരും ഒരു റോയൽ ഫാമിലിയിൽപ്പെട്ട ആളാണ്. പാരമ്പര്യമായിട്ട് കിട്ടിയ ബിസിനസ് ആണ്. എന്നാൽ പാർട്ട്നേഴ്സിൽ ഒരാൾ മാത്രം, അതായത് ഈ അഹൂജ മാത്രമേ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളൂ. ജോഷി മരണപ്പെട്ടു പോയിട്ടുണ്ട്. മാത്രമല്ല ജോഷിക്ക് ആകെയുള്ളത് ഒരേ ഒരു മകളാണ്, തുളസി. ഈ തുളസിക്ക് രണ്ട് ആൺകുട്ടികളുണ്ട്, അൻകുലും അതുപോലെ തന്നെ ഇളവനായിട്ടുള്ള ഷിറാഗും. തുളസിക്ക് ഹസ്ബൻഡ് ഇല്ല കേട്ടോ. ഇതിനുശേഷം തുളസിയുടെ ഫാമിലിയെ കാണിക്കുകയാണ്. അങ്കുൽ, മൂത്ത മകൻ, വെൽ ഡ്രസ്ഡ് ആയിട്ട് കോട്ടിംഗ് സൂട്ട് എല്ലാം ധരിച്ചുകൊണ്ട് അവനൊരു പാർട്ടിക്ക് പോവാൻ തയ്യാറായി നിൽക്കുകയാണ്. കാരണം തുളസിക്ക് ഭർത്താവില്ല, അതുപോലെ തന്നെ അവളുടെ അച്ഛനും മരിച്ചുപോയി. അതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് ഇനി വരാൻ പോകുന്നത്, അതായത് ഇവരുടെ ആ ഒരു ഷെയർ ഉണ്ടല്ലോ, സോ അതിന്റെ എല്ലാം അധികാരം ഇനി അങ്കുലിനായിരിക്കും. അപ്പൊ ഇന്ന് ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന മീറ്റിംഗ് നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് അൻകുല് പോവാൻ നിൽക്കുകയാണ്. അതിന്റെ പ്രിപ്പറേഷനിലാണ് അവനിപ്പോൾ ഉള്ളത് കേട്ടോ. എന്നാൽ അങ്കുലിന്റെ അനിയൻ ഷിരാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. എപ്പോഴും പിള്ളകളിയാണ് കേട്ടോ. ഗെയിം കളിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷേ രണ്ട് ബ്രദേഴ്സിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ അധികം വൈകാതെ ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ട് അങ്കുല് പോവുകയാണ് കേട്ടോ. അവിടെ തന്നെ പ്രധാനിയായിട്ടുള്ള അഹൂജയുണ്ട്. പിന്നെ ബിസിനസ് പരമായിട്ട് ബന്ധമുള്ള പല ആൾക്കാരും അവിടേക്ക് വന്നിരിക്കുകയാണ്. പിന്നെ ഈ അഹൂജയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇയാളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഫാമിലി തന്നെയാണ്. തുളസിയെ പോലെ ചെറിയൊരു ഫാമിലി അല്ല അഹൂജയ്ക്കുള്ളത്. അഹൂജയ്ക്ക് രണ്ട് മക്കളാണ്. മൂത്ത ആള് സണ്ണി, അതുപോലെ തന്നെ ഇളയത് ഒരു പെണ്ണാണ്, ലവ്ലീന, ചെറിയ പെണ്ണാണ്. അപ്പൊ കാര്യമായിട്ട് തന്നെ അഹൂജയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്കുല്. ഈ നേരത്തെ ലവ്ലീന വന്നിട്ട് അവനെയും വിളിച്ചുകൊണ്ട് പോവാണ്. കാരണം എന്താ വെച്ചാൽ ഈ അങ്കുലും അതുപോലെ തന്നെ ലവ്ലീനയും ചെറിയൊരു റിലേഷൻഷിപ്പിലാണ്. അപ്പൊ ആരുമില്ലാത്തൊരു ഭാഗത്തേക്ക് ചെന്ന് ചെറുതായിട്ടൊന്ന് രണ്ടുപേരും റൊമാൻസ് ആവാൻ നോക്കുമ്പോൾ അഹൂജ ഇപ്പൊ വീണ്ടും അങ്കുലിനെ വിളിക്കുകയാണ്. മന്ത്രി വന്നിരിക്കുകയാണ്. അപ്പോ അവരുമായിട്ട് സംസാരിക്കാനാണ് ഇപ്പൊ അങ്കുലിനെ വിളിച്ചത്. അങ്കുല് വേഗം തന്നെ അങ്ങോട്ടേക്ക് പോവാണ്. ലവ്ലീനയ്ക്ക് ഒരു ഇച്ചിരി ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും മന്ത്രിയുടെ അടുത്തേക്ക് പോയിട്ട് അഹൂജയും ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും അങ്കുല് നല്ലൊരു പ്രൊജക്ട് മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. ആള് ചെറിയൊരു ചെറുക്കനാണെങ്കിലും നല്ല കാര്യപ്രാപ്തി ഉള്ളവനാണ് കേട്ടോ. അപ്പൊ ആ ഒരു പ്രൊജക്ട് മുന്നോട്ടേക്ക് വെച്ച് മന്ത്രിയോട് സംസാരിക്കുമ്പോൾ ഇയാളത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. ഇയാൾ ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മന്ത്രിയുടെ ആ ഒരു സ്വഭാവം അങ്കുലിന് തീരെ ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ വിട്ട് പോവാണ്. ഇതേ നേരത്തെ തന്നെ പാർട്ടിയിൽ നന്നായിട്ട് തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തുളസി കേട്ടോ. എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഹൂജയുടെ മൂത്ത മകൻ സണ്ണി അങ്ങോട്ടേക്ക് വരുന്നത്. ചെറുതായിട്ട് തുളസിയുമായിട്ടൊന്ന് കമ്പനി ആകാൻ വേണ്ടി സണ്ണി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇവിടെ പാർട്ടി നടക്കുന്ന സ്ഥലത്തൊന്നും തുളസിയുടെ മൂത്ത മകനായിട്ടുള്ള അങ്കുലിനെ കാണാനില്ല. കാരണം അവൻ മറ്റൊരു റൂമിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് തന്നെ ഒരു സൂയിസൈഡൽ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ കുറച്ചു നേരം കൊണ്ട് ഈ ചെറുക്കന് സംഭവിച്ചത്? അവനൊന്നും സംഭവിച്ചിട്ടില്ല. അവൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ കത്ത് അത് അവന്റെ തലയിൽ ഗണ്ണ് വെച്ച് ഭീഷണിപ്പെടുത്തിയാണ് എഴുതിപ്പിക്കുന്നത്. എന്നാൽ ആ ഗണ്ണ് വെച്ചത് ആരാണെന്ന് കാണിക്കുന്നില്ല. എന്തായാലും ഇപ്പൊ അങ്കുൽ എഴുതുന്ന ആ ഒരു കത്ത് അമ്മയോടും അനിയനോടും സോറി പറഞ്ഞിട്ടാണ്. പിന്നെ അമ്മയോട് അനിയനായിട്ടുള്ള ഷിരാഗിനെ നല്ലോണം നോക്കിക്കോണം, അതുപോലെ തന്നെ ഡാഡിക്കും എനിക്കും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു പറഞ്ഞിട്ട് അവൻ ആ ഒരു കത്ത് എഴുതി തീർക്കാണ്. അപ്പൊ തന്നെ അവന്റെ കഴുത്തിന് ഞെരിച്ച് അവനെ കൊന്നു കളയുന്നുണ്ട്. എന്നാൽ അത്രയും വലിയ പാർട്ടി അവിടെ നടക്കുന്ന സമയത്തും ഈ കാര്യമൊന്നും ആരും അറിയുന്നില്ല കേട്ടോ. ഇപ്പൊ മകനെ കാണാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ തുളസി അഹൂജയോട് ചോദിക്കുന്നുണ്ട് അങ്കുലിനെ കണ്ടോന്ന്. അഹൂജയെ കണ്ടിട്ടില്ല. അപ്പൊ മകനെ തപ്പിക്കൊണ്ട് ഉള്ളിലേക്ക് പോവാണ് തുളസി. അങ്ങനെ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റൂമിൽ ചെന്ന് കയറി അവനെയും വിളിച്ച് ബാത്റൂമിലെല്ലാം നോക്കിയപ്പോ തുളസി ആ കാഴ്ച കണ്ട് ഞെട്ടി തരിച്ചു പോവാണ്. ഷോക്കായി അല്പനേരം അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ബാട്ടബില് രക്തം ഒലിപ്പിച്ച് കിടക്കുന്ന അവളുടെ മകൾ, കൈ മുറിക്കപ്പെട്ട അവസ്ഥയിൽ ഒരുപാട് രക്തം പോയിട്ട് അങ്കുൽ അവിടെ കിടക്കുകയാണ്. അങ്കുല് മരിച്ചു കഴിഞ്ഞു. ആ കാര്യം എല്ലാവരും അറിയാണിപ്പോ. എന്നാൽ പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കാതെ അതിനുശേഷം 2 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. അന്ന് അങ്കുല് എഴുതി വെച്ച ആ ഒരു സൂയിസൈഡൽ നോട്ട് ഉണ്ടല്ലോ, തുളസിയുടെ കയ്യിൽ അതിപ്പോഴും ഉണ്ട്. അവന്റെ ആ ഒരു കല്ലറയിൽ ഇരുന്നുകൊണ്ട് അവൾ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 വർഷം കഴിഞ്ഞിട്ടും അവൻ പോയത് എന്തായാലും തുളസിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ വാർത്തയിൽ ചില കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ബിസിനസ് പരമായിട്ട് പാർട്ട്നേഴ്സ് ആയിരുന്ന അഹൂജ, ജോഷി, ഈ 2 കുടുംബങ്ങളും ഇനി ഒന്നാകാൻ വേണ്ടി പോവാണ്. മറ്റൊന്നുമല്ല, ഈ ജോഷിയുടെ മകളായിട്ടുള്ള തുളസി അതുപോലെ തന്നെ അഹൂജയുടെ മൂത്ത മകനായിട്ടുള്ള സണ്ണി, ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം നടക്കാൻ വേണ്ടി പോവാണ്. എന്നാൽ ഒരുപാട് ആൾക്കാരെ വിളിച്ച് വലിയൊരു പരിപാടിയൊന്നുമല്ല, വളരെ പ്രൈവറ്റ് ആയിട്ട് വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കല്യാണമാണിത്. കല്യാണം ആയ സമയത്ത് തന്നെ ജയിലിൽ നിന്നും ഒരാൾ വരുന്നുണ്ട്. മറ്റാരുമല്ല, അഹൂജ തന്നെ. ഇയാൾ എങ്ങനെയാണ് ജയിലിൽ പോയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വലിയൊരു കമ്പനിയാണല്ലോ. ആ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു കേസ് വന്നിട്ടുണ്ട്. ആ കേസിൽ ഇവർ തോറ്റു. അങ്ങനെയാണ് അഹൂജ ജയിലിൽ പോയി കിടന്നത്. 1.5 വർഷം അയാൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു കേട്ടോ. എന്തായാലും അത് കഴിഞ്ഞ് ഇപ്പൊ തിരിച്ചു വരികയാണ്. അഹൂജയുടെ കൂടെ തന്നെ ഇയാളുടെ വിശ്വസ്തനായിട്ടുള്ള
PA അരുണും ഉണ്ട് കേട്ടോ. പല വർഷങ്ങളായിട്ട് അഹൂജയുടെ കൂടെയുള്ള ആളാണ്. അങ്ങനെ ഇയാളുടെ പാലസിലേക്ക് ഇയാൾ വരുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ തുളസിയും കൂട്ടിയിട്ട് അഹൂജ പല വർഷങ്ങളായിട്ട് കോമാവസ്ഥയിൽ കിടക്കുന്ന അഹൂജയുടെ ഭാര്യയുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് ഇതാണ് നമ്മുടെ മരുമകൾ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്തായാലും ഇതിനുശേഷം അവിടെ പാർട്ടി ആരംഭിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ അഹൂജയുടെ വലിയൊരു ഫാമിലി തന്നെയാണ്. അപ്പൊ ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട്. ആഡംബരമായിട്ടുള്ള വിരുന്ന് തന്നെ അവിടെ ഒരുങ്ങുകയാണ്. എന്നാൽ പ്രധാനമായിട്ടുള്ള എല്ലാ ഭക്ഷണവും ഉണ്ടാക്കിയതും ഈ അഹൂജ തന്നെയാണ്. കാരണം അഹൂജ നല്ല ഒന്നാന്തരം ഒരു കുക്കാണേ. എത്ര വലിയ പണക്കാരാണെങ്കിലും ചില ആൾക്കാർക്കൊക്കെ ഓരോ ഹോബി ഉണ്ടാവില്ലേ, അതുപോലെ അഹൂജയ്ക്ക് പാചകം ചെയ്യുന്നത് ഭയങ്കര ഒരു ഹോബിയാണ്. എന്തായാലും ആ കൂട്ടത്തിൽ അഹൂജയുടെ മകളായിട്ടുള്ള ലവ്ലീന ഉണ്ട് കേട്ടോ. അതായത് അങ്കിളുടെ ഗേൾ ഫ്രണ്ട്. പക്ഷെ ലവ്ലീനയ്ക്ക് ഇപ്പൊ മറ്റൊരു റിലേഷൻ ഉണ്ട്. അവന്റെ പേര് ബെന്നി എന്നാണ്. അപ്പൊ ഈ ബെന്നിയൊക്കെ അഹൂജയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ലവ്ലീന. ഭക്ഷണം കഴിച്ച് എല്ലാവരും നല്ല ഹാപ്പിയിൽ തന്നെയാണ്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരാൾ മാത്രം ഭയങ്കര സങ്കടത്തിലിരിക്കുകയാണ്. ചിരിച്ച മുഖമുണ്ടെങ്കിലും അവളുടെ ഉള്ളിൽ അടങ്ങാത്ത സങ്കടം തന്നെയാണ് കേട്ടോ. ആരായിരിക്കും? നമ്മുടെ തുളസി തന്നെ. മൂത്ത മകൻ അങ്കുല്. അവൻ പോയത് ഇതുവരെയായിട്ട് ഞാൻ പറഞ്ഞല്ലോ, തുളസിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല. ഇതിനുശേഷം അഹൂജയുടെ മൂത്ത മകനായിട്ടുള്ള സണ്ണിയെ കാണിക്കുകയാണ്. ആള് നമ്മൾ വിചാരിച്ചതുപോലെയല്ല കേട്ടോ. നന്നായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യും. ലഹരിക്ക് ചെറിയ രീതിയിൽ അടിമയാണ്. ഇപ്പൊ തന്നെ എന്തോ ഒരു പൊടി വലിച്ചു കയറ്റിയിട്ടാണ് ഈ വിരുന്നിലേക്ക് വരുന്നത്. അപ്പൊ അവന്റെ തൊട്ടടുത്ത് തന്നെ തുളസി ഉണ്ടല്ലോ. തുളസി വേഗം അവന്റെ മൂക്കിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ പൊടി തുടച്ചു കൊടുക്കുകയാണ്. അതായത് തുളസിക്ക് നന്നായിട്ട് അറിയാം സണ്ണി നന്നായിട്ട് ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട്. അതാരും കാണാതിരിക്കാനാണ് തുളസി അത് തുടച്ചു കൊടുത്തത്. ഇപ്പൊ സണ്ണിക്ക് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം അവളോട് കൂടുകയാണ്. എല്ലാ രീതിയിലും ഇവള് സപ്പോർട്ടീവ് ആണല്ലോ. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം സണ്ണി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയാണ്. അതായത് എനിക്ക് ഈ വീട് ഇഷ്ടമില്ലായിരുന്നു. ഓർമ്മ വെച്ച കാലം മുതലേ കോമയിൽ കിടക്കുന്ന അമ്മ, എപ്പോഴും തിരക്ക് പിടിച്ച അച്ഛൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ നാട് വിട്ട് അമേരിക്കയിലേക്ക് പോയി. ഇപ്പൊ തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. തുളസിയെ പരിചയപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് ഇവിടെ നിൽക്കാനുള്ള ഒരു ഇഷ്ടമൊക്കെ വന്നു തുടങ്ങിയത്. അതായത് തുളസിയോടുള്ള അവന്റെ ആ ഒരു ഇഷ്ടം അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നു പറയാണ്. എന്തായാലും ഇതിനുശേഷം അഹൂജ സംസാരിക്കുകയാണ്. അതായത് തുളസിയുടെ അച്ഛനായിട്ടുള്ള ജോഷി അയാൾക്ക് വെറും ഒരു പാർട്ട്ണർ ആയില്ല, ശരിക്കും ഒരു സഹോദരനായിരുന്നു. എന്തായാലും അവന്റെ തന്നെ മകളായിട്ടുള്ള തുളസിയെ എന്റെ മകന് വിവാഹം കഴിച്ചു കൊടുക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയണം. ഇനി സംസാരിക്കേണ്ടത് തുളസിയാണ്. എന്നാൽ അവളുടെ സംസാരത്തിലൊക്കെ ഒരു പ്രത്യേകത, അവളുടെ നോട്ടത്തിലും ഒരു പ്രത്യേകത. പെട്ടെന്ന് തന്നെ ഇവിടെ വെച്ചൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. 2 വർഷങ്ങൾക്ക് മുന്നേ ആ ന്യൂ ഇയർ യാത്രയിൽ അങ്കുല് മരണപ്പെട്ടായിരുന്നല്ലോ. എന്നാൽ ആ രാത്രിയിൽ ഭയങ്കര തിരക്കോട് കൂടിയിട്ട് വെപ്രാളത്തിൽ പല ആൾക്കാർക്കും ഫോൺ ചെയ്യുന്ന കാര്യം, അതായത് അഹൂജ ഫോൺ ചെയ്യുന്ന കാര്യം തുളസി കണ്ടായിരുന്നു. അതായത് അന്ന് രാത്രിയിൽ സ്വന്തം മകൻ അൻകുല് മരിച്ചതിൽ ഈ കുടുംബത്തിന് എന്തോ ഒരു പങ്കുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി തോന്നുന്നു. കാരണം ആ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് ഇപ്പൊ പ്രസന്റിൽ ഒരു കാര്യം കാണിക്കുകയാണ്. ആ ഒരു പാലസിന്റെ മുൻഭാഗത്തൊക്കെ ആയിട്ട് കല്യാണത്തിലുള്ള അറേഞ്ച്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന അതേ നേരം അവളുടെ മുറിയിൽ മറ്റൊരാളുണ്ട്. ഈ അഹൂജയുടെ PA ഉണ്ടല്ലോ, വിശ്വസ്തനായിട്ടുള്ള PA അരുൺ, അയാള് തന്നെ. അയാളിപ്പോ നമ്മുടെ തുളസിയുടെ തോളത്തോടെ പതിയെ ഇങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ തുളസിയും അരുണും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്. എന്തോ ഒരു റിലേഷൻ അല്ല, ആ റിലേഷൻ തന്നെ. എന്തിനാണ് അരുണുമായിട്ട് ഈ തുളസി കൂട്ടുകൂടിയത്? മറ്റൊന്നിനുമല്ല, അഹൂജയുടെ കുടുംബത്തോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി തന്നെ. അങ്കുലിന്റെ മരണത്തിന്റെ പിന്നിൽ ഇവരാരും ഉണ്ട്. ആ കളി മനസ്സിലായതുകൊണ്ടാണ് തുളസി ഇങ്ങനെ ഒരു പ്ലാന് നിൽക്കുന്നത്. മാത്രമല്ല ഇപ്പൊ അരുൺ ഉണ്ടല്ലോ, എന്തോ ഒരു ഡ്രഗ്സിന്റെ പാക്കറ്റ് എടുത്ത് തുളസിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം ഇത് അവനുള്ളതാണ്. അതായത് മൂത്ത മകനായിട്ടുള്ള അഹൂജയുടെ മൂത്ത മകനായിട്ടുള്ള സണ്ണിക്കുള്ളത്. കാരണം സണ്ണി ഒരു ഡ്രഗിന് അടിമയായിട്ടുള്ള ആളാണല്ലോ. മാത്രമല്ല തുളസി സ്വയം ഇഷ്ടപ്രകാരമൊന്നുമല്ല ഈ കല്യാണത്തിന് സമ്മതിച്ചതും. എന്തായാലും പാലസിന്റെ മുന്നിൽ വെച്ച് എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നേരിട്ട് തന്നെ അഹൂജ നോക്കി നടത്തുന്നുണ്ട്. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഒരു കാറ് വന്ന് നിൽക്കുകയാണ്. അതിൽ നിന്നും തുളസിയുടെ 2ാമത്തെ മകനായിട്ടുള്ള ഷിരാഗ് വരികയാണ്. അവൻ ലണ്ടനിൽ പഠിക്കാൻ പോയതാണ്. അവനിപ്പോ എന്താ പറയാ, അപ്രതീക്ഷിതമായിട്ടാണ് വന്നത്. അപ്പൊ അവനെ കണ്ടപ്പോ അഹൂജ പറയണ നീയല്ലേ വരില്ല എന്ന് നിന്റെ അമ്മയൊക്കെ പറഞ്ഞല്ലോ. അത് പിന്നെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഞാൻ എങ്ങനെയാ ലണ്ടനിൽ നിൽക്കുക. എന്തായാലും ഇതിനുശേഷം ഷിരാഗ് നേരെ അമ്മയായിട്ടുള്ള തുളസിയെ കാണാൻ വേണ്ടി പോവാണ്. ഷിരാഗ് നല്ല ദേഷ്യത്തിലാണ്. തുളസിയോട് വന്ന പാടിന്റെ ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. അപ്പൊ തുളസി അവനെയും കൂട്ടിയിട്ട് ആരുമില്ലാത്തൊരു ഭാഗത്തേക്ക് ചെന്നിട്ട് നീ എന്തിനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്, ഞാൻ വരണ്ടെന്ന് പറഞ്ഞല്ലേ. ഈ സമയത്ത് ഷിരാഗ് നല്ല ദേഷ്യത്തിൽ പറയാണ്, എനിക്ക് നല്ല സംശയമുണ്ട്, എന്റെ ചേട്ടനെ കൊന്നത് ഈ ഫാമിലി ആണെന്ന്. അപ്പൊ ആ ഫാമിലിയുമായിട്ട് തന്നെ നിങ്ങൾ റിലേഷനിൽ നിൽക്കുകയാണോ? എന്നാൽ അതിനുള്ള മറുപടി ഒന്നും കൊടുക്കാതെ തുളസി പറയാണ്, നീ എന്തിനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്, ആര് പറഞ്ഞിട്ടാ, മര്യാദക്ക് ഇവിടുന്ന് വേഗം പൊയ്ക്കോട്ടോ, റിട്ടേൺ ടിക്കറ്റ് ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കാം. അതായത് ഷിരാഗിന് അറിയാതെ തന്നെ തുളസി കാര്യമായിട്ട് എന്തോ ഒന്ന് ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ചെറിയ ചെറുക്കനായതുകൊണ്ട് തന്നെ അവനോടിട്ട് പറയാനും പറ്റില്ല. എന്തായാലും വളരെ സങ്കടത്തിൽ ഷിരാഗ് ഒരു കാര്യം പറയുന്നുണ്ട്, അച്ഛനും ചേട്ടനും എന്നെ വിട്ടുപോയി, അമ്മ ജീവനോടുണ്ടെങ്കിലും നിങ്ങളിപ്പോ എന്നെ വിട്ടു പോവാണ്. വളരെ സങ്കടത്തിൽ അവൻ അവിടുന്ന് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ തുളസിയുടെ കയ്യിൽ ഇപ്പോഴും അങ്കുൽ എഴുതി വെച്ച അവസാനത്തെ ആ ഒരു സ്യൂസൈഡ് നോട്ട് കയ്യിലുണ്ട് കേട്ടോ. അവളുടെ പക അത് അത്രക്കുണ്ട്, അവൾക്കത് മറക്കാൻ കഴിയില്ല. ഇതേ നേരം തന്നെ തുളസിയുടെ അടുത്തേക്ക് അരുൺ വന്നിട്ട് പറയാണ്, ഷിരാഗിനോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ എന്ന്. എന്നാൽ തുളസി പറയാണ്, വേണ്ട, അവൻ അതിനുള്ള പ്രായമായിട്ടില്ല, അവൻ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനൊക്കെ ആകെ പാളി പോവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തുളസി വീണ്ടും അന്ന് അവസാനമായിട്ട് മകനെ കണ്ട ആ ഒരു സമയമെല്ലാം ആലോചിക്കുകയാണ് കേട്ടോ. മരിച്ചു കിടക്കുന്ന അങ്കുലിന്റെ അടുത്ത് കിടന്നിട്ട് തുളസി തേങ്ങി കരയായിരുന്നു. പിന്നീട് ആ ഒരു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു പ്രസന്റിൽ കാണിക്കുകയാണ്. ഭക്ഷണം കഴിക്കാനായിട്ട് ഷിരാജ് ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് അതേ നേരം തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ലവ്ലീന വരികയാണ് കേട്ടോ. അവള് ഷിരാഗിനെ കണ്ട ഉടനെ ഓ നീ വന്നോ എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര കമ്പനിയായിട്ട് സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ അവളുടെ പുതിയ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ബെന്നിയെ പരിചയപ്പെടുത്തുകയാണ്. പക്ഷെ ഈ ഒരു കാര്യം
കണ്ടപ്പോൾ ഷിരാഗിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ചേട്ടൻ മരിച്ചുപോയി 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ അവൾ മറ്റൊരാളെ സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഷിരാഗിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. എന്നാൽ ഇവിടെ വെച്ച് അതെല്ലാം പ്രകടിപ്പിക്കാൻ പറ്റുമോ? എന്തായാലും അന്ന് വൈകുന്നേരമായി ആ ഒരു പാർട്ടി നടക്കുകയാണ് കേട്ടോ. ആഡംബരപൂർണമായ പ്രധാനമായിട്ടുള്ള പല ആൾക്കാരും വരുന്ന വലിയൊരു പാർട്ടി തന്നെ. എന്നാൽ അത്രയും വലിയ പാർട്ടിയിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് നമ്മുടെ ഷിരാഗ്. സ്റ്റേജിൽ നോക്കുകയാണെങ്കിൽ ഈ ബെന്നി അതുപോലെ തന്നെ ലവ്ലിനൊക്കെ ഭയങ്കര പെർഫോമൻസ് ആണ്. അതുപോലെ അവന്റെ അമ്മയായിട്ടുള്ള തുളസി നല്ല ഹാപ്പിയിലാണ്. എന്തായാലും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഷിരാഗിന്റെ അടുത്തേക്ക് ലവ്ലിന് വന്നിട്ട് നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്, ഒരു സന്തോഷമില്ലാതെ, എന്തെങ്കിലും പറയാനുണ്ടോ എന്നാ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ്. ഇതേ നേരം തന്നെ ഈ പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ട് ആ ഒരു മിനിസ്റ്ററും വന്നിട്ടുണ്ട് കേട്ടോ. അതായത് അഹൂജയുടെ ആ ഒരു ഫ്രണ്ട് തന്നെ. അപ്പൊ മിനിസ്റ്റർ ഒരു കാര്യം അഹൂജയോട് ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ രണ്ടുപേരും അഹൂജയും ജോഷിയും ഒരു ബിസിനസ് നടത്തുന്നുണ്ടെങ്കിലും ബിസിനസിന്റെ ഭൂരിഭാഗം ഷെയറും ജോഷിയുടെ കയ്യിലാണ്. അപ്പൊ ജോഷിയുടെ മകളായിട്ടുള്ള തുളസി അഹൂജയുടെ മകനായിട്ടുള്ള സണ്ണിയെ വിവാഹം കഴിക്കുന്നതിലൂടെ ആ ഷെയറും കൂടെ ഇപ്പൊ അഹൂജയുടെ കയ്യിലേക്ക് വരികയാണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള നിന്റെ ഒരു പ്ലാൻ അല്ലേ ഇത് എന്ന് മന്ത്രി ചോദിക്കുമ്പോൾ അഹൂജ ചെറുതായിട്ടൊന്ന് ചിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അഹൂജയുടെ പ്ലാൻ അത് തന്നെയാണ്. എത്ര കിട്ടിയാലും മതിയാവാത്ത ഒന്ന് തന്നെയാണല്ലേ ഈ സമ്പത്ത് എന്ന് പറയുന്നത്. ഇതിനുശേഷം കാണിക്കുന്നത് ടെറസിന്റെ മുകളിൽ പോയിട്ട് സംസാരിക്കുന്ന ലവ്ലിനെയും അതുപോലെ തന്നെ ഷിരാഗിനെയാണ്. അപ്പൊ ഷിരാഗ് ലവ്ലിനയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നീ എല്ലാം മറന്നതല്ലേ എന്റെ ചേട്ടനെയും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബന്ധത്തെയൊക്കെ? ഇപ്പൊ ലവ്ലിന് പറയാണ്, ഞാൻ എന്ത് ചെയ്യാനാ, നിന്റെ ചേട്ടൻ പോയിട്ട് ഒരു കാരണമില്ലാതെ ആത്മഹത്യ ചെയ്തു, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കണോ? എന്തിനാണ് ഏതിനാണെന്ന് പോലും പറയാതെ ഒറ്റയ്ക്ക് പോയിട്ട് അങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും അതിന്റെ ആ ഒരു ദുഃഖം അനുഭവിച്ച് ജീവിക്കണം എന്നാണോ? ഇപ്പൊ ഷിരാഗ് പറയാണ്, ആര് പറഞ്ഞു എന്റെ ചേട്ടൻ ആത്മഹത്യ ചെയ്തതാണ്, അതൊരു കൊലപാതകമാണ്. കൊലപാതകോ? അതെങ്ങനെ നിനക്കറിയാന്ന് ലവ്ലിന് ചോദിച്ചപ്പോൾ ഷിരാഗ് പറയാണ്, അവൻ എഴുതിയ ആ ഒരു നോട്ട് ഉണ്ടല്ലോ, ആ നോട്ടിൽ അവൻ ഡാഡി എന്ന് എഴുതിയിട്ടുണ്ട് നമ്മുടെ അച്ഛനെ. ഒരിക്കലും അവൻ ഡാഡി എന്ന് വിളിച്ചിട്ടില്ല. അതിനർത്ഥം അവനെ കൊണ്ട് മനഃപൂർവ്വം അത് ആരും എഴുതിപ്പിച്ചതാണ്. അതിന്റെയൊക്കെ പിന്നിൽ നിന്റെ അച്ഛനും നിന്റെ കുടുംബക്കാരുമാണ്. ഇത് കേട്ടപ്പോൾ ലവ്ലിൻ ആകെ ഞെട്ടുകയാണ്. നീ എന്താണ് ഇത്? നീ മദ്യം കഴിച്ചിട്ടുണ്ടോ? അതിന്റെ ലഹരിയിലാണ് നീ പറയുന്നത്? നീ ഒരു കാര്യം ആലോചിക്കണം. നിന്റെ അമ്മ ഒന്നുമില്ലാതെ നിൽക്കുന്ന സമയത്താണ് എന്റെ അച്ഛൻ നിന്റെ അമ്മ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ കുടുംബമായിട്ട് ചേർക്കാൻ നൽകുന്നത്. അതുകൊണ്ട് ഓവറായിട്ട് സംസാരിക്കേണ്ട. മാത്രമല്ല ഈ തുളസിയെ കുറിച്ച് വളരെ മോശമായിട്ട് ലവ്ലിനെ സംസാരിക്കുന്നുണ്ട്. കാരണം അവളും അല്പം മദ്യമൊക്കെ കഴിച്ചായിരുന്നു. ആ ചീത്ത പറയുന്നത് ഒരു പരിധി വിട്ടുപോയി കേട്ടോ. അത് കേട്ടുകൊണ്ട് നിൽക്കാൻ ഷിരാഗിന് പറ്റിയില്ല. ദേഷ്യം കൊണ്ട് അവളുടെ ദേഹത്തേക്ക് ചാടി വീഴുകയാണ്. ഒരു സൈക്കോയെ പോലെ ഷിരാഗ് ഇപ്പോൾ അവളിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാലേ ഈ നടക്കുന്നത്? എന്നാൽ ടെറസിന്റെ മുകളിൽ നടക്കുന്ന ഈ കാര്യമൊന്നും ആരും അറിയുന്നില്ല കേട്ടോ. തുളസി പോലും ഈ കാര്യം അറിയുന്നില്ല. തുളസി അവളുടെ ജോലിയിലാണ്. അവളുടെ ജോലി എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും സണ്ണിയെ അവളുടെ വഴിക്ക് കൊണ്ടുവരിക. ഇപ്പൊ സണ്ണിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു ഡ്രഗ് കൊടുക്കുകയാണ്. ഇതെനിക്കാണോ എന്ന് സണ്ണി ചോദിക്കണം. അതെ, നിനക്ക് വേണ്ടി തന്നെ. എന്തായാലും അത് കണ്ട സമയത്ത് സണ്ണിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ് കേട്ടോ. അവന്റെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ഒരു ഭാര്യ എന്ന് ഈ പൊട്ടന് അറിയില്ലല്ലോ ആ മരുന്ന് അത് ഇവനിട്ടുള്ള പണിയാണെന്ന്. എന്തായാലും അത് കൊടുക്കാൻ നിൽക്കുമ്പോൾ ആ സമയത്ത് ചെറുതായിട്ട് ദേഹത്തെ രക്തമൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് ഷിരാഗ് വരികയാണ്. മറ്റാരും ആ ഒരു കാര്യം കണ്ടില്ല, തുളസി മാത്രമേ കണ്ടുള്ളൂ. അവളാകെ പേടിച്ചുപോയി. കയ്യിലുണ്ടായിരുന്ന ഡ്രഗ്സ് താഴെ വീണു പോവാണ്. പിന്നീട് സണ്ണിയോട് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് നേരെ ഷിരാഗിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നോക്കുമ്പോൾ എന്താ അവന്റെ ദേഹത്തൊക്കെ രക്തമായിട്ടുണ്ട്. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഷിരാഗ് ഇപ്പോൾ അവളെയും കൂട്ടി നേരെ ടെറസിന്റെ മുകളിലേക്ക് പോവാണ്. അവിടെ ഓൾറെഡി അരുണ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഷിരാഗ് പറഞ്ഞു. മാത്രമല്ല ലവ്ലിനെ നന്നായിട്ട് തന്നെ ഷിരാഗ് ഉപദ്രവിച്ചു. ദേഷ്യം കൊണ്ട് അവളുടെ നാവ് വരെ കടിച്ച് മുറിച്ചിട്ടു. ആ നാവിന്റെ ഒരു കഷ്ണം ഇതാ അവിടെ ഉണ്ട്. അവൾ കരയുമ്പോൾ ഒച്ച വെക്കാതിരിക്കാനായിട്ട് അവളുടെ വായിൽ തുണി വരെ തിരികെ കയറ്റി. മുഴുവനായിട്ടും ആകെ രക്തമായി കിടക്കുകയാണ്. ഇതെല്ലാം കണ്ട് തുളസി ആകെ ഞെട്ടിപ്പോവാണ്. പ്രാന്തായിരുന്നു നിനക്ക്, നീ എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയെന്ന് പറഞ്ഞിട്ട് അവന് ചീത്ത പറയുന്നുണ്ട്, അടിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ ഇപ്പൊ അരുണ് പറയണം, നിങ്ങൾ ഇവിടെ വെച്ച് ബഹളം ഉണ്ടാകല്ലേ. നിലവിൽ ലവ്ലിനെ എങ്ങോട്ടേ പോയതെന്ന് മനസ്സിലാവുന്നില്ല. അവൾ എങ്ങോട്ടോ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്ക് അവളെ കണ്ടുപിടിക്കാം. നിങ്ങൾ എന്തായാലും താഴേക്ക് ചെല്ല്, ആർക്കും സംശയം ഉണ്ടാവരുത്. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് അവരെ താഴേക്ക് വിട്ട് ആ രക്തമെല്ലാം അരുണ് അവന്റെ ഷർട്ട് കീറി തുടച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ സണ്ണിയുടെ അടുത്തേക്ക് തിരിച്ചെത്തിയ തുളസി ഉണ്ടല്ലോ നിലത്തിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ കാര്യം സണ്ണി ചോദിച്ചപ്പോൾ, അല്ല ഞാൻ നേരത്തെ നിനക്ക് തരാൻ തന്ന ആ ഒരു പൗഡർ അത് കാണാനില്ലല്ലോ. ഇപ്പൊ സണ്ണി പറയണം, അത് പോവാണെങ്കിൽ പോട്ടെ, നീ ഇവിടെ ഇല്ലേന്ന് പറഞ്ഞിട്ട് തുളസിയുമായിട്ട് റൊമാൻറ്റിക് ആവാൻ വേണ്ടി സണ്ണി നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ ആകെ ദേഹത്ത് മുഴുവൻ രക്തവുമായിട്ട് വീടിനുള്ളിലൂടെ ഒരാളങ്ങനെ ഒളിച്ചൊളിച്ച് പോകുന്നുണ്ട്. മറ്റാരുമല്ല, ലവ്ലിനെ തന്നെ. ശരിക്കും അവൾ വല്ലാണ്ട് പേടിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അവളുടെ വായിൽ ഷാള് കുത്തി തിരികിരിക്കുകയാണ്. അതുപോലും എടുക്കാൻ അവളെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ അവൾ വന്നിട്ട് ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത് അവളുടെ കോമാവസ്ഥയിൽ കിടക്കുന്ന അമ്മയുണ്ടല്ലോ, അമ്മയുടെ അരികിലാണ്. എന്നാൽ അപ്പോൾ അങ്ങോട്ടേക്ക് 2 ആൾക്കാർ വരുന്നത് കണ്ടിട്ട് വീണ്ടും അവൾ പേടിച്ച് അവിടുന്ന് പോവുകയാണ്. ആ വരുന്ന ആൾക്കാർ മറ്റാരുമല്ല, അരുണും അതുപോലെ തന്നെ ഷിരാഗുമാണ്. ഇതേ നേരം തന്നെ പല തവണ ഈ ലവ്ലിനയുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ ബെന്നി, അവൻ പല തവണയായിട്ട് അവളെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ ഫോണ് നേരത്തെ അമ്മയുടെ അരികിൽ പോയിട്ട് ലവ്ലിനെ വിളിച്ചിരുന്നപ്പോൾ അവിടെ തന്നെ വെച്ച് മറന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് അവൾ ഫോൺ എടുക്കുന്നില്ല. ഈ സമയത്ത് ബെന്നി വിചാരിക്കുകയാണ്, അവള് പോകണേ പോട്ടെ, നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ കാറിൽ പോയിരുന്ന് ആ പാക്കറ്റ് എടുക്കുകയാണ്. നോക്കുമ്പോൾ ആ ഒരു പാക്കറ്റ്
പാക്കറ്റ് എന്താണ്? തുളസി സണ്ണിക്ക് കൊടുക്കാൻ വെച്ച ആ ഒരു ഡ്രഗിന്റെ പാക്കറ്റ് ഉണ്ടല്ലോ, അത് നിലത്ത് നിന്നും കിട്ടിയത് ഇവനായിരുന്നു, അതായത് ഈ ബെന്നിക്ക്. അവൻ കാറിൽ പോയിരുന്നു ഒറ്റയ്ക്ക് അത് നന്നായിട്ട് വലിച്ചങ്ങോട്ട് കയറ്റുകയാണ് കേട്ടോ. അല്പനേരം കൊണ്ട് തന്നെ ചോര ഛർദ്ദിച്ച് അവൻ അവിടെ വെച്ച് മരിച്ചു വീഴുകയാണ്. സംഭവം എന്താണെന്ന് മനസ്സിലായോ? സണ്ണിയെ കൊല്ലാൻ വേണ്ടി തുളസി കൊണ്ടുവന്ന പോയിസൺ കലർത്തിയ ഡ്രഗ് ആയിരുന്നു അത്. എന്നാൽ അത് കിട്ടിയത് ബെന്നിക്കും. ഒരാവശ്യമില്ലാതെ മരിച്ചുപോയി. ഇതേ നേരം തന്നെ ആ വീട്ടിലെ സെർവന്റിന് അഹൂജയുടെ ഭാര്യയുടെ അരികിൽ നിന്നും ആ ഫോൺ കിട്ടുകയാണ്, അതായത് ലവ്ലീനയുടെ ഫോണ് മാത്രമല്ല അവളുടെ പേഴ്സ് ഉണ്ടായിരുന്നു, അതിലാകെ രക്തമായിരുന്നു. വേഗം തന്നെ ഈ സെർവന്റ് അഹൂജയ്ക്ക് അത് കൊണ്ടേ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല പിന്നീട് അവർക്ക് മനസ്സിലായി മകളായിട്ടുള്ള ലവ്ലീന മിസ്സിംഗ് ആണ്, അവളെ കാണാനില്ല. സണ്ണിയാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. സണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലവ്ലീനയെ, അനിയത്തിയല്ലേ. അപ്പൊ അവളെ കാണാതായാലും അവൻ ഭയങ്കര ടെൻഷൻ അടിച്ച് അവൾ എവിടെയാ പോയിട്ടുണ്ടാവുക, അച്ഛൻ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു പറഞ്ഞിട്ട് അവനാകെ ടെൻഷൻ ആകുമ്പോൾ അഹൂജ വളരെ ശാന്തമായിട്ട് സണ്ണിയോട് ഒരു കാര്യം പറയുന്നുണ്ട്. നീ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, നിന്റെയും തുളസിയുടെയും വിവാഹം അത് തീരുമാനിച്ചത് മുതലാണ് ഓരോ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവാൻ തുടങ്ങിയത്. ആരോ മനഃപൂർവ്വം ഈ ഒരു കല്യാണത്തെ തടുക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഈ കല്യാണം ഒരിക്കലും നടക്കാതിരിക്കാൻ പാടില്ല, കല്യാണം നടന്നിരിക്കണം. അഹൂജയ്ക്ക് ആ ഒരു നിർബന്ധമാണ്. എന്നാൽ സണ്ണിക്ക് ഇതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പണത്തിനേക്കാൾ ഉപരി ആളുകളെ കുറച്ചൊക്കെ സ്നേഹിക്കുന്ന ഒരാളാണ് ഈ സണ്ണി കേട്ടോ. എന്തായാലും അവിടെ തന്നെ പേടിച്ചുകൊണ്ട് തുളസിയും ശിരാഗും ഉണ്ട്. എന്തായാലും ഇത് കഴിഞ്ഞപ്പോൾ തുളസി നേരെ പോയിട്ട് കാറിലിരിക്കുകയാണ്. ആ കാറിൽ അരുണും ഉണ്ടായിരുന്നു. അപ്പൊ അരുൺ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, തുളസി നിന്റെ മകനുണ്ടല്ലോ അവനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം. അപ്പൊ തുളസി പറയുന്നത് അവൻ ഇപ്പോഴും കുട്ടിയാണ്, അവനോട് പറയണ്ട. കുട്ടിയോ? ആ കുട്ടിയാണോ ഈ ചെയ്തു വെച്ചതൊക്കെ? ആ പെണ്ണിനെ കാട്ടിക്കൂട്ടിയത് നീ കണ്ടായിരുന്നോ? ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു കാറ് കാണുകയാണ്. ഒരു ഇച്ചിരി ഡൗട്ട് തോന്നിയപ്പോൾ പതിയെ അരുൺ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ അതിനുള്ളിൽ ലവ്ലീനയുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അവൻ മരിച്ചു കിടക്കുകയാണ്. അവന്റെ തൊട്ട് താഴെ തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് മിസ്സായ ആ ഡ്രഗിന്റെ പാക്കറ്റും കിട്ടി. കണ്ടപാടിന് അരുൺ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. ഇത് വേറെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ ആകെ പെട്ടുപോയനെ. വേഗം തന്നെ ആ ഒരു ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഡ്രഗും ഇയാൾ മറച്ചു വെക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ സണ്ണിയെ നോക്കുകയാണെങ്കിൽ അവൻ ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന്റെ അരികിലേക്ക് ഇതേ ഡ്രഗുമായിട്ട് തുളസി വരുന്നുണ്ട്. വീണുപോയ സാധനമാണെങ്കിൽ തിരിച്ചു കിട്ടിയല്ലോ, ഈ മരുന്നൊന്ന് ഉപയോഗിക്കും, നിനക്ക് കുറച്ച് കോൺസെൻട്രേഷൻ ഒക്കെ കിട്ടുമെന്ന് തുളസി പറയുമ്പോൾ സണ്ണി പറയണ വേണ്ട. പക്ഷെ നിർബന്ധിച്ച് തുളസി ആ ഒരു മരുന്ന് അവന് കൊടുക്കുകയാണ്. എന്നാൽ ആ ഒരു പാക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഈ നിലത്ത് വീണ് പൊടിയെല്ലായിട്ടുണ്ട്. അപ്പൊ അവൻ പറയണ വേണ്ട, ഇത് വൃത്തികേടായിട്ടുണ്ട്, ഞാൻ എന്തായാലും എന്റെ സുഹൃത്തുക്കളുമായിട്ട് അവളെ തേടി പോവാന്ന് പറഞ്ഞിട്ട് വേഗം ഒരു വണ്ടി എടുത്ത് കുറെ ഗണ്ണൊക്കെ എടുത്തിട്ട് ഇവര് നേരെ തിരയാൻ ഇറങ്ങുകയാണ് ചുറ്റുഭാഗത്ത്. സത്യം പറഞ്ഞാൽ തുളസി ആ രാത്രിയിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്തായിരുന്നു. എല്ലാ പ്ലാനും വെള്ളത്തിലാവുകയാണ്. പതിയെ പതിയെ സമയം മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആ രാത്രിയും കഴിയാനായിട്ടുണ്ട്, നേരം വെളുക്കാനായിട്ടുണ്ട്. എന്നാൽ രാത്രി മുഴുവനും ഉറങ്ങാതെ ടെറസിന്റെ മുകളിൽ നിന്നിരുന്ന തുളസി ഒരു കാര്യം കാണുകയാണ്. അതായത് ലവ്ലീന എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല, അവിടുത്തെ ഗാർഡനിൽ തന്നെ ഒളിച്ചിരിക്കുകയായിരുന്നു. കാരണം അവൾ അത്രയും പേടിച്ചു പോയി, അവൾക്കൊന്നും നടക്കാൻ വരെ കഴിയുന്നില്ല. എന്താ പറയാ, ദേഹം മുഴുവൻ രക്തമായിട്ട് അവൾ അതിലൂടെ ഇഴഞ്ഞു വരുന്നത് തുളസി കാണാണ്. വേഗം തന്നെ തുളസി ചെന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് റൂമിൽ ഇരുത്തുകയാണ്. എന്നാൽ ഈ കാര്യമൊന്നും അറിയാതെ സണ്ണിയും അഹൂജയും അവരുടെ ആൾക്കാരും കൂടെ ഈ പാലസിന്റെ ചുറ്റും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ലവ്ലീനയെ കാണിക്കുകയാണ്. അവളുടെ ആ ഒരു രൂപം കാണിക്കാൻ കഴിയില്ല, കാരണം അത്രയും ബ്രൂട്ടലായിട്ട് ഇന്നലെ രാത്രി ഷിരാഗ് അവൾ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ കാര്യം അല്ലെങ്കിൽ അവളുടെ ആ ഒരു കോലം കാണുമ്പോൾ തന്നെ തുളസിക്ക് കരച്ചിൽ വരികയാണ്. കാരണം അങ്ങനെ അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവളുടെ നാവെല്ലാം കടിച്ചു മുറിച്ച് വായിലേക്ക് തുണി കുത്തി കയറ്റിയില്ലേ, ആ തുണി ഇപ്പൊ വലിച്ചെടുക്കുമ്പോൾ ആ മുറിയിൽ അതിന്റെ നൂലുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഊരിയെടുക്കുന്ന സമയത്ത് അവൾ വല്ലാണ്ട് വേദനിച്ച് കരയാണ്. അത് കണ്ട് സത്യം പറഞ്ഞാൽ തുളസി വരെ കരഞ്ഞു പോകുന്നുണ്ട്. എന്തായാലേ വലിയ റോയൽ ഫാമിലിയാണ്, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്. എന്തായാലും അവളുടെ ദേഹത്തെ ആ ഒരു മുറിവുകൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്ത് അവളെ നേരെ ബാത്റൂമിൽ കൊണ്ടിരുത്തുകയാണ് തുളസി. എന്നാൽ ഈ കാര്യം എങ്ങാനും പുറത്തുള്ള ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് തുളസിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതൊരു പാവം പെണ്ണാണെങ്കിലും അവളെ ജീവനോടെ വെറുതെ വിടാൻ കഴിയില്ല. ഇതേ നേരം തന്നെ ലവ്ലീനയാണെങ്കിൽ ആ ബാത്റൂമിൽ ഒരു വിളക്കുണ്ടായിരുന്നു, അത് കത്തിക്കാൻ വേണ്ടി പതിയെ പതിയെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും പിറകിൽ നിന്നും ഒരു തുണിയിട്ട് തുളസി അവളുടെ കഴുത്തിന് കുരുക്കുകയാണ്. മാത്രമല്ല അങ്ങനെ കുരുക്കി അവളെ കൊന്ന് അവിടെ കെട്ടി തൂക്കിയിടുകയാണ്. അതായത് ഒട്ടും താല്പര്യമില്ലാതെ തന്നെ ലവ്ലീനയെ ഇപ്പൊ തുളസി കൊല്ലുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അവൾ കിടന്ന് പിടയുമ്പോഴും വിളക്കിലേക്ക് അവൾ ഇങ്ങനെ ചൂണ്ടുന്നുണ്ട്. എന്തായാലും അവളുടെ അവസാനത്തെ ആഗ്രഹമല്ലേ എന്ന് കരുതിയിട്ട് തുളസി അവളുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഒരു വിളക്ക് കത്തിച്ചു വെക്കുകയാണ്. പിന്നീട് നൈസായിട്ട് തുളസി അവിടുന്ന് പോകുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അഹൂജയും ബാക്കിയുള്ള എല്ലാവരും തെരച്ചിൽ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു. അങ്ങനെ അഹൂജ വന്ന് നോക്കുമ്പോൾ സ്വന്തം മകളെ ബാത്റൂമിൽ കെട്ടിത്തൂക്കിയ അവസ്ഥയിൽ കാണുകയാണ്. ആ മനുഷ്യനാകെ ഞെട്ടിത്തരിച്ചുപോയി, വാവിട്ട് കരയാണ്. അതായത് എങ്ങനെയാണ് തുളസി എന്ന് കരഞ്ഞത് അതേ അവസ്ഥയിൽ തന്നെ ഇയാളും സ്വന്തം മകളെ കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ തുളസി പുറത്തേക്ക് പോയിട്ട് അരുണുമായിട്ട് സംസാരിക്കുകയാണ്. അതായത് ഷിരാഗിനെ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ടുണ്ട്, ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ് അവൻ കയറാൻ പോവാണ്, നീ എന്തായാലും അങ്ങോട്ടേക്ക് പോകണം, അവൻ കയറി എന്ന് നീ ഉറപ്പ് വരുത്തണം. ഇപ്പൊ അരുൺ പറയണ ഓക്കെ അത് ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഇതേ അരുണ് തന്നെ അഹൂജ വിളിപ്പിക്കുകയാണ്. അതായത് മകളെ കെട്ടി തൂക്കിയിട്ടില്ലേ അതേ റൂമിൽ കുറെ നേരമായിട്ട് അഹൂജ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്താ വിളിപ്പിച്ചതെന്ന് ഇപ്പൊ അരുൺ ചോദിച്ച സമയത്ത് അഹൂജ പറയാണ്, എന്റെ മകൾ മരിക്കുന്നതിന് മുന്നേ ഇവിടെ ഒരു ക്ലൂ ഇട്ട് പോയിട്ടുണ്ട്. അതായത് അവളുടെ മുന്നിൽ കത്തി നിൽക്കുന്ന ആ ഒരു വിളക്ക് മിക്കവാറും ഇത് അവൾ തന്നെ ആയിരിക്കും കത്തിച്ചിട്ടുണ്ടാവുക. അല്ല അതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അരുൺ ചോദിച്ചപ്പോൾ ഈ വിളക്കിന് മറ്റൊരു പേര് കൂടെ ഉണ്ടല്ലോ, ഷിരാഗ്. അതായത് എന്റെ മകളെ കൊന്നത് ഷിരാഗാണ്. എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് അവനെ വേണമെന്ന് പറയാണ്. എവിടെ
അറിയാന്ന് വെച്ചാൽ പോയിട്ട് അവനെ തപ്പിയെടുത്ത് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പൊ അരുണിനോട് ഏൽപ്പിക്കുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അരുൺ പുറത്തേക്ക് പോവാണ്. പി ആയിട്ടുള്ള ഈ അരുൺ എന്ത് ചെയ്യാനാ? തുളസി ആണെങ്കിൽ മകനെ രക്ഷിക്കാൻ ഏൽപ്പിച്ചു, അതുപോലെ തന്നെ ഈ അഹൂജ ആണെങ്കിൽ ഷിരാഗിനെ ഇങ്ങോട്ടേക്ക് പിടിച്ചു കൊണ്ടുവരാനും ഏൽപ്പിച്ചു. ഇതേ നേരം തന്നെ അഹൂജയുടെ അടുത്തേക്ക് തുളസി ചെല്ലുകയാണ്. ഇപ്പൊ അവള് മാത്രമേ അവിടെ ഉള്ളൂ, കൂടെ ഇപ്പോ അരുൺ ഇല്ല കേട്ടോ. എന്നാൽ അഹൂജയാണെങ്കിൽ ആ റൂമിലിരുന്ന് തൂങ്ങി നിൽക്കുന്ന മകളുടെ ആ ഒരു ഡെഡ് ബോഡി നോക്കിയിട്ട് എന്തൊക്കെയോ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോള് വിഷമിക്കണ്ട കേട്ടോ, കുറച്ചു നേരം കൂടെ എന്റെ മോള് കാത്തിരുന്നാൽ മതി. അങ്ങനെ എന്തൊക്കെയോ പിച്ചും പെയ്യും ഈ അഹൂജ പറയാണ്. എന്നാൽ അതൊരു പിച്ചും പെയ്യും അല്ലാന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങോട്ടേക്ക് വന്ന തുളസി ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തുളസിയോട് അഹൂജ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു കാരണവശാലും ലവ്ലീന മരിച്ച കാര്യം നിന്റെ ഹസ്ബൻഡ് അതായത് സണ്ണി അറിയാൻ പാടില്ല. ഇതെങ്ങാനും അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു മണ്ടനാണ്. അവൻ ഈ കല്യാണത്തിന് ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞാല് എന്തായാലും ആ ഒരു കല്യാണം നമുക്ക് നടക്കണം മോളെ. ഇവൾ മരിച്ച വിവരം ആരും അറിയാൻ പാടില്ല. ഈ വിവാഹം എങ്ങനെയെങ്കിലും നടക്കണം മോളെ. ഇത് മുടക്കാനായിട്ട് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് തുളസിക്കും സമാധാനമായത്. അവൾക്കും അത് തന്നെയാണ് വേണ്ടത്. ഈ വിവരം ആരും അറിയാൻ പാടില്ല. ഇന്ന് ആ വിവാഹം നടക്കുകയും വേണം. എന്നാൽ ഈ പരിപാടി മുഴുവൻ ഒപ്പിച്ചു വെച്ച ഷിരാഗ് ഉണ്ടല്ലോ, കാറിൽ നേരെ ലണ്ടനിലേക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോവാണ്. ആ സമയത്ത് അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. നീ ചെയ്തു വെച്ചതിന് അനുഭവിക്കാൻ പോകുന്നത് നിന്റെ അമ്മയാണ്. മെസ്സേജ് അയച്ചത് മറ്റാരുമല്ല, അഹൂജ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് കണ്ട പാടിന് ഷിരാഗ് അമ്മയായിട്ടുള്ള തുളസിയെ വിളിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ തുളസി ഫോൺ എടുക്കുന്നില്ല. കാരണം ആ ഫോൺ അവിടെ ഉണ്ടായിരുന്ന വേലക്കാരിയുടെ കയ്യിലാണ്. കല്യാണം ആയതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ചടങ്ങിലാണ് തുളസിയും അതുപോലെ തന്നെ സണ്ണിയും. അഹൂജ അവിടെ നിന്നും വല്ലാത്ത രീതിയിൽ തന്നെ തുളസിയെ നോക്കുകയാണ്. അതായത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഏകദേശം അയാൾ ഊഹിച്ചു കഴിഞ്ഞു. പാവം തുളസി ഇപ്പൊ ഒരു ട്രാപ്പിൽ തന്നെയാണ്. എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ നടക്കുന്നുണ്ട് എന്നൊരു മിഥ്യാധാരണയിലാണ് തുളസി ഇപ്പൊ അവിടെ ഇരിക്കുന്നത് തന്നെ. അതുപോലെ ഷിരാഗിനെ നോക്കിക്കൊണ്ട് എയർപോർട്ടിലേക്ക് പോയ ഈ പി ആയിട്ടുള്ള അരുണ് പോകുന്ന വഴിയിൽ കാർ ഒരു ഭാഗത്ത് സൈഡാക്കിയിട്ട് ഒരു സിഗരറ്റൊക്കെ എടുത്ത് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് അങ്കുലുണ്ടല്ലോ, അവൻ മരിച്ച ആ രാത്രി, ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ നടക്കുന്ന ആ രാത്രിയിൽ തന്നെ മിനിസ്റ്ററോട് കാര്യമായിട്ട് എന്തോ ഒരു കാര്യം അവൻ പറഞ്ഞ സമയത്ത് മിനിസ്റ്റർ അതൊന്നും മൈൻഡ് ആക്കിയില്ല. അപ്പൊ ആ ഒരു ദേഷ്യത്തിൽ അവൻ അവിടുന്ന് പോയല്ലോ. എന്നാൽ ഇതിന് ശേഷം അഹൂജയുടെ പി അതായത് അരുൺ ഒരു ബാഗിൽ നിറയെ കാശുമായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ മിനിസ്റ്റർക്ക് ആ ഒരു കാശ് കൊടുക്കുകയാണ്. അതായത് ഓരോ തവണയും കൊടുക്കേണ്ട ആ ഒരു കൈക്കൂലി ഉണ്ടല്ലോ, അതിന്റെ ഒരു ഭാഗമാണ്. എന്തോ ഒരു കാര്യം ഈ ഒരു കമ്പനി മറക്കുന്നുണ്ട്. അത് പുറത്ത് വരാതിരിക്കാനാണ് മിനിസ്റ്റർക്ക് ഇതുപോലെ കാശ് കൊടുക്കുന്നത്. അപ്പൊ അതിൽ എന്തോ ഒരു പന്തികേട് തോന്നിയ അങ്കുല് വേഗം തന്നെ ഈ കാര്യം അവന്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ മന്ത്രിയുടെ ആള് ഇത് കാണുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഫോൺ മേടിച്ചു. അങ്കുലിനെയും അവർ പിടിച്ചു. പിന്നീട് ഫോണിൽ ആ ഒരു വീഡിയോ കണ്ട സമയത്ത് മന്ത്രി ആകെ ഞെട്ടിപ്പോവാണ്. മന്ത്രി ചോദിക്കുകയാണ്, ആഹാ അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ എനിക്കിട്ട് പണിയാൻ നോക്കുമായിരുന്നല്ലേ? നോക്കിക്കോ, നിങ്ങളെ എല്ലാത്തിനും ഞാൻ അഴി എണ്ണിക്കെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിൽ മിനിസ്റ്റർ അവിടുന്ന് പോവുകയാണ്. പരമാവധി ഇവർ മിനിസ്റ്ററെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കിയെങ്കിലും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അങ്കുലാണെങ്കിൽ ഇവരുടെ കയ്യിലാണ് ഇപ്പോഴും ഉള്ളത്. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു, ഇപ്പൊ പ്രസന്റിൽ കാണിക്കുകയാണ്. അതായത് ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം സണ്ണിക്ക് മനസ്സിലായി. അതായത് സണ്ണിയോട് അവന്റെ അനിയത്തി ലവ്ലീന മരിച്ചു എന്നുള്ള കാര്യം ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ കാര്യമായിട്ട് എന്തൊക്കെയോ അവളുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, വലിയ വലിയ ഐസ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ. ഇത് കണ്ട സമയത്ത് സണ്ണിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കേട്ടോ. അനിയത്തി മരിച്ചു എന്നുള്ള ആ ഒരു കാര്യം ഇത് മനസ്സിലാക്കിയപ്പോൾ അവനൊരുമാതിരി പ്രാന്താവസ്ഥയിലേക്ക് പോവാണ്. ഗണ്ണെടുത്ത് പുറത്തേക്ക് പോയിട്ട് പ്രാന്തമായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആളൊരു പച്ച പാവാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് തുളസി അവനെ സമാധാനിപ്പിക്കുമ്പോൾ അവനാകെ തളർന്ന് അവിടെ ഇരുന്ന് പോവാണ്. സത്യം പറഞ്ഞാൽ അഹൂജയുടെ ഒരു മകൻ തന്നെയാണോ സണ്ണി എന്നതിൽ സംശയമുണ്ട്. ഇത്രയും വലിയൊരു സാമ്രാജ്യം കൊണ്ട് നടക്കാനുള്ള കെൽപ്പൊന്നും അവനില്ല കേട്ടാ, ഒരു പച്ചപ്പാവം. എന്നാൽ അവന്റെ തന്ത അഹൂജ ആളൊരു കില്ലാടി തന്നെയാണ്, ഭയങ്കര സൂത്രശാലിയാണ്. എന്തൊരു കാര്യവും മനസ്സിലാക്കാൻ പറ്റുമോ അയാൾക്ക്. എന്തായാലും ഈ ഒരു സമയത്ത് തന്നെ ലണ്ടനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഷിരാഗ് തിരിച്ചു വന്നിരിക്കുകയാണ്. അതായത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ. എന്നാൽ അവൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ അവന്റെ പിന്നാലെ 2-3 ആൾക്കാർ വരുന്നുണ്ട്. ഷിരാഗ് അത് കാണുന്നില്ല. എന്തായാലും ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ അഹൂജയെ കാണിക്കുകയാണ്. അടുക്കളയിൽ പോയിട്ട് കാര്യമായിട്ട് എന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്ത് പി ആയിട്ടുള്ള അരുൺ അങ്ങോട്ടേക്ക് വരികയാണ്. അരുൺ വന്നിട്ട് ഈ അഹൂജയോട് നുണ പറയാണ് കേട്ടോ. അതായത് അവൻ ലണ്ടനിലേക്ക് പോയി കഴിഞ്ഞു, എനിക്ക് അവനെ തടുത്തു നിർത്താൻ പറ്റിയില്ല. ഇപ്പൊ അഹൂജ പറയാണ്, ഓ ആയിക്കോട്ടെ. അതിനിടയിൽ അഹൂജ ആ ഒരു ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അരുണെ നീ എന്റെ കൂടെ എത്ര കാലായി? സാർ ഞാൻ നിങ്ങളുടെ കൂടെ കുറെ വർഷമായി എന്ന് അരുൺ പറയാണ്. അതുപോലെ തന്നെ എന്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഓരോ വളർച്ചക്കും കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. ഓക്കെ അങ്ങനെയാണല്ലോ അരുണെ, പക്ഷെ നീ എന്തിനാണ് എനിക്കെതിരായിട്ട് തിരിഞ്ഞത്? എന്തിനാ എനിക്കിട്ട് പണി തരാൻ നോക്കിയത്? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഒന്നും മനസ്സിലാവാത്ത പോലെ അരുൺ നിൽക്കുമ്പോൾ ഷിരാഗിന്റെ ഫോൺ അങ്ങോട്ടേക്ക് വെച്ചു കൊടുക്കുകയാണ്. അതിൽ ഈ അരുണും അതുപോലെ തന്നെ ഷിരാഗും ചാറ്റ് ചെയ്യുക ആ ഒരു ചാറ്റിംഗ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവുമല്ലോ. അത് കണ്ടപ്പോൾ തന്നെ അഹൂജയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി. അതുപോലെ അരുണും കാര്യങ്ങൾ മനസ്സിലായി പിടിക്കപ്പെട്ടു എന്ന്. അരുൺ ഇപ്പൊ ചെറുതായിട്ടൊന്ന് വിറക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അഹൂജ അവനോട് ചോദിക്കുന്നുണ്ട്, അരുണെ എന്തിനു വേണ്ടി ഇത്രയും വിശ്വസ്തനായ നീ എന്തിനാണ് എനിക്ക് വേണ്ടി തിരിഞ്ഞത്? എന്തായാലും ഇവിടെ വെച്ച് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അന്ന് 2 വർഷങ്ങൾക്ക് മുന്നേ അങ്കുൽ മരണപ്പെട്ട ആ രാത്രിയിൽ അവൻ ആ ഒരു വീഡിയോ എടുത്തപ്പോൾ മിനിസ്റ്റർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഇവിടുന്ന് പോയായിരുന്നല്ലോ. എന്നാൽ അതിനുശേഷം അഹൂജ ആകെ ടെൻഷനിലാണ്. അതുപോലെ തന്നെ അങ്കുലിനെ ആ ബാത്റൂമിൽ പൂട്ടിയിടാൻ വേണ്ടിയിട്ടും ഒരാളോട് പറയണം, മറ്റാരുമല്ല പി ആയിട്ടുള്ള അരുണിനോട് തന്നെ. അപ്പൊ അരുൺ പറയാണ്, സാറെ പേടിക്കൊന്നും വേണ്ട, ആ വീഡിയോ ഫുട്ടേജ് ഒക്കെ നമ്മൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അഹൂജ പറയാണ്, അത് ഡിലീറ്റ് ആക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ ഈ കാര്യം നേരിട്ട് കണ്ടതല്ലേ, കോടികൾ വിലമതിക്കുന്ന സാമ്രാജ്യം
സാമ്രാജ്യമാണ് നമ്മളുടേത്, എല്ലാം കൂടെ തകർന്ന് തരിപ്പണാവും, എന്താന്ന് വെച്ചാൽ നീ ചെയ്യുന്ന പറഞ്ഞിട്ട് അഹൂജ അവിടുന്ന് പോവാണ്. എന്നാൽ അതിനുശേഷമാണ് അൻകുലിനെ കൊല്ലാനുള്ള പദ്ധതി ഈ അരുൺ ആയിട്ടുള്ള അരുൺ ഉണ്ടാക്കുന്നത്. എല്ലാത്തിനും തുളസിയുടെ കൂടെ നിന്ന് ചതിച്ച ഇയാള് തന്നെയാണ് ആ തുളസിയുടെ മകനെ കൊന്നുകളഞ്ഞത്. അതായത് ഈ അങ്കുലിന്റെ തലയിൽ ഗണ്ണ് വെച്ച് അവനെ കൊണ്ട് അവർ കത്ത് എഴുതിപ്പിച്ചില്ലേ, അത് മറ്റാരുമല്ല അരുൺ തന്നെയാണ്. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യത്തിന്റെ പിന്നിലും ഈ മനുഷ്യൻ തന്നെയാണ്. രണ്ട് ഭാഗത്തു നിന്ന് തമ്മിലടുപ്പിച്ച് എല്ലാം കൂടെ ഇല്ലാതാക്കാനായിരുന്നു ഇയാളുടെ ഉദ്ദേശം. എന്തായാലും ആ ഒരു ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. അഹൂജ ഇപ്പൊ അരുണിനോട് ആ കിച്ചണിൽ വെച്ച് ചോദിക്കുന്നുണ്ട്, വൈ, എന്തിനു വേണ്ടി? എനിക്ക് വേണ്ടി പല ചീത്ത കാര്യങ്ങളും ചെയ്തു വെച്ച നീ ഇപ്പൊ എന്തിനു വേണ്ടിയാണ് എന്റെ മകളെ കൊന്നുകളഞ്ഞ ആ തുളസിയുടെ മകന് വേണ്ടി, അവനെ രക്ഷിക്കാൻ വേണ്ടി നീ കളിക്കുന്നത്? അഹൂജയുടെ ചോദ്യം, ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം കണ്ടപ്പോ തന്നെ അരുണൊരു കാര്യം മനസ്സിലായി. അധികം വൈകാതെ ഇയാൾ ഇവിടെ വെച്ച് തീരാൻ വേണ്ടി പോകണം. അതായത് അരുൺ എന്തായാലും കൊല്ലും. അതുകൊണ്ട് തന്നെ അരുൺ എന്തിനു വേണ്ടിയാണ് ഈ കളി കളിച്ചത് എന്ന് പറയാണ്. വർഷങ്ങളായിട്ട് അഹൂജയുടെ കീഴിൽ നിൽക്കുകയാണ്. എന്നാൽ എപ്പോഴും ഓരോരുത്തരുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ എനിക്ക് ഏറ്റവും ടോപ്പിലേക്ക് വരണമെന്ന്. യെസ്, അതുകൊണ്ട് തന്നെ തുളസി ഈ ഒരു കുടുംബത്തിനോട് പ്രതികാരം വീട്ടാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണെന്ന് അരുണിന് മനസ്സിലായി. ആ അവസരം അരുൺ മുതലാക്കി തുളസിയുടെ കൂടെ കൂടി അവളുമായിട്ടൊരു റിലേഷനിലായി. എന്നിട്ട് അവളുടെ കൂടെ അഹൂജയുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ അതിനു മുന്നേ ഇവരുടെ പദ്ധതി അനുസരിച്ച് തുളസിയുടെയും സണ്ണിയുടെയും വിവാഹം കഴിയണം. അതോടുകൂടിയിട്ട് ഈ സ്വത്തെല്ലാം തുളസിയുടെ കയ്യിലേക്ക് എത്തുമല്ലോ. തുളസിയുടെ കയ്യിലേക്ക് എത്തണമെങ്കിൽ എന്ത് സംഭവിക്കണം? അഹൂജയുടെ കുടുംബത്തെ മുഴുവനായിട്ടും ഇല്ലാതാക്കണം. അങ്ങനെ അഹൂജയും കുടുംബവും ഇല്ലാതായി കഴിഞ്ഞാൽ തുളസിയുടെ കയ്യിൽ എല്ലാ സ്വത്തും എത്തും. പിന്നീട് അവളുടെ കാര്യത്തിലും ഒരു തീരുമാനമാക്കിയാൽ എല്ലാം കൂടെ അരുണിന്റെ കയ്യിലേക്ക് എത്തുമല്ലോ. അപ്പൊ ഈ ഒരു പദ്ധതിയുടെ പുറത്താണ് തുളസിയെ പാട്ടിലാക്കി നുണ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ അരുൺ ഇവിടെ നടത്തിയത്. പക്ഷേ പാവം തുളസിക്ക് അവളൊരു പാവയായിരുന്നു എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു കേട്ടോ. അരുൺ എന്തിനാണ് അവളെ സഹായിക്കുന്നത്, ഇത്രയും കാലം ഹെൽപ്പ് ചെയ്യുന്നത്, ഒന്നും അവൾക്കറിയില്ല. എന്തായാലും അധികം വൈകാതെ ആ കിച്ചണിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വേലക്കാരി അങ്ങോട്ടേക്ക് വരികയാണ്. അവന്റെ പിന്നാമ്പുറത്ത് കൂടെ ഒരു കത്തി കുത്തി കയറ്റുന്നുണ്ട്. അതായത് ഇവിടെ മുഴുവനും ഈ അഹൂജയുടെ ആൾക്കാരാണ്. കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാർ തന്നെ. ഒരു സെർവന്റ് വരെ ഇതുപോലെ ഒരാളെ വന്ന് കൊല്ലണമെങ്കിൽ അഹൂജയുടെ സെറ്റപ്പ് എത്രയും വലുതായിരിക്കും. അതുപോലെ തന്നെ കിച്ചണിൽ മറ്റൊരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. അഹൂജയുടെ ആൾക്കാർ പിടിച്ചു വെച്ച ഷിരാഗ് അവനെ തല കീഴായിട്ട് കെട്ടി തൂക്കി വെച്ചിരിക്കുകയാണ് അവിടെ. എന്നാൽ ഈ കാര്യമൊന്നും നമ്മുടെ തുളസി അറിയുന്നില്ല. അരുണിന് മെസ്സേജ് അയക്കുന്നുണ്ട്, അവന്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഷിരാഗിന് മെസ്സേജ് അയക്കുന്നുണ്ട്, അവന്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ കിട്ടുന്നുണ്ട്. എന്നാൽ തുളസി അറിയാത്തൊരു കാര്യം, ഈ രണ്ടാൾക്കാരുടെയും ഫോൺ ഇപ്പൊ നിലവിലുള്ളത് അഹൂജയുടെ കയ്യിലാണ്. അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ട് തന്നെ ആ രണ്ട് ഫോണിൽ നിന്നും ഇയാൾ റിപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഷിരാഗ് റിപ്ലൈ കൊടുക്കുന്നത് പോലെ ഈ അഹൂജ പറയുന്ന കാര്യം ഞാൻ ലണ്ടനിലേക്ക് എത്തി, അതുപോലെ തന്നെ അരുൺ പറയുന്ന കാര്യം അവൻ സേഫ് ആയിട്ട് ഞാൻ കയറ്റി വിട്ടു എന്നുള്ളത്. ഇതെല്ലാം കേട്ട് ആ മെസ്സേജ് കണ്ടപ്പോൾ തുളസിക്ക് സമാധാനമാവും. ഹൗ, രക്ഷപ്പെട്ടല്ലോ, ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇന്നാണ് തുളസി സണ്ണി രണ്ടുപേരും വിവാഹിതരാകാൻ പോകുന്നത്. അങ്ങനെ ആ ഒരു ചടങ്ങെല്ലാം കഴിഞ്ഞ് വലിയൊരു വിരുന്ന് വരെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറെ നാളായിട്ട് ടെൻഷൻ കാരണം തുളസി മര്യാദക്ക് ഭക്ഷണം കഴിച്ചില്ലായിരുന്നു. എന്തായാലും ഇപ്പൊ ആ ഒരു വിരുന്നിന് വേണ്ടി അവിടെ കൊണ്ടുവച്ച ആ ഒരു ഭക്ഷണമൊക്കെ നല്ല ആർത്തിയോട് കൂടിയിട്ട് തുളസി വാരി വലിച്ച് കഴിക്കുകയാണ്. കുറെ നാളായി ഇതുപോലെ ഭക്ഷണം കഴിച്ചിട്ട്. ഇപ്പൊ തന്നെ മറ്റൊരു ഡിഷുമായിട്ട് അങ്ങോട്ടേക്ക് അഹൂജ വരികയാണ്. ഇതെല്ലാം ഉണ്ടാക്കിയത് അഹൂജ തന്നെയാണ്. അപ്പൊ അഹൂജയെ നോക്കിയിട്ട് തുളസി ചോദിക്കുകയാണ്, എന്റെ മാമ നിങ്ങൾ എങ്ങനെയാ ഇത്രയും അടിപൊളിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത്, എന്തൊരു രസമാണ് ഇത് പറഞ്ഞ് വീണ്ടും വീണ്ടും തുളസി ആ ഒരു ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പൊ അഹൂജ പറയണ, ഓ അത് കണ്ടിട്ട് നിനക്ക് ഇത്ര ടേസ്റ്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ ദാ ഞാൻ കൊണ്ടുവന്ന ഈ പുതിയ ഡിഷ് ഒന്ന് നോക്കിക്കേന്ന് പറഞ്ഞിട്ട് അത് ആ ടേബിളിൽ വെച്ച് അതിന്റെ മൂടി തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആ കാഴ്ച കണ്ടതും തുളസി ഷോക്കായി പോവാന്നൊക്കെ പറയില്ലേ, മനുഷ്യന്മാരിങ്ങനെ സ്റ്റെക്കായി നിൽക്കുക, റിയൽ ലൈഫിൽ അതുപോലെ ആയി പോവാണ് തുളസി. ശ്വാസം വിടാനോ വലിക്കാനോ പോലും അവൾക്ക് കഴിയുന്നില്ല. കാരണം അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് അവളുടെ ഇളയ മകൻ ഷിരാഗിന്റെ തലയായിരുന്നു. ഇത്രയും നേരം അവൾ കഴിച്ചുകൊണ്ടിരുന്നത് ഷിരാഗിന്റെ ഇറച്ചിയായിരുന്നു. സ്വന്തം മകന്റെ മാംസമാണ് അവൾ ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. എന്തുവാടെ ഇതൊക്കെ, ഒരു മനുഷ്യന് കാട്ടിക്കൂട്ടുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. അവിടെ വെച്ച് തന്നെ അവൾക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ സണ്ണിയും. ഈ സമയത്താണ് അഹൂജ എന്ന ആ ഒരു മനുഷ്യന്റെ ക്രൂരത എത്രത്തോളാണെന്ന് ഇവിടെ വെച്ച് കാണിക്കുന്നത്. സ്വന്തം മകൻ സണ്ണിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവന്റെ കഴുത്തിൽ തന്നെ പല തവണ കത്തി വെച്ച് കുത്തി കുത്തി അവനെ കൊന്നുകളയാണ്. പിന്നീട് പറയാണ്, ഒന്നിനും കൊള്ളാത്ത മണ്ണുണ്ണി, ഇത് എനക്ക് തന്നെ ഉണ്ടായതാണോ, എന്റെ ഈ സാമ്രാജ്യം എല്ലാം ഈ പോത്തിനെ ഏൽപ്പിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഒന്നിനും കൊള്ളാത്തൊരു വേസ്റ്റ്, നീ ചാവുന്നതാണ് നല്ലത്. ഇപ്പൊ മനസ്സിലായില്ലേ ആ ഒരു മനുഷ്യന്റെ ക്രൂരതയും മനസ്സിലൊരു ദയ പോലും ഇല്ലാത്ത ആ ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം. എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന തുളസിയെ നോക്കിയിട്ട് ഈ അഹൂജ ഇങ്ങനെ പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് എന്റെ പദ്ധതി, എങ്ങനെയുണ്ട് എന്റെ ഭക്ഷണം. പാവം തുളസി ഒന്നും ചെയ്യാൻ കഴിയാതെ അവിടുന്ന് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്വന്തം മകന്റെ തലയാണ് മുന്നിലിരിക്കുന്നത്. അതുപോലെ തന്നെ അഹൂജ കളിയാക്കിക്കൊണ്ട് തുളസിയോട് ചോദിക്കുകയാണ്, നിനക്ക് എല്ലാ സഹായം ചെയ്ത ആ അരുണുണ്ടല്ലോ, എന്റെ പിയെ, എന്റെ വിശ്വസ്, അവനെവിടെ, അവന്റെ ഫോണിലേക്ക് നമുക്കൊന്ന് വിളിച്ചു നോക്കാല്ലേ. ഇതും പറഞ്ഞ് അഹൂജ അവന്റെ ഫോണിലേക്ക് അടിക്കുകയാണ്. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ആ ഫോണിപ്പോ അഹൂജയുടെ കയ്യിൽ തന്നെയാണ്, സാധനം എന്റെ കയ്യിൽ തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞ് വീണ്ടും അവളെങ്ങനെ പേടിപ്പിച്ച് കളിയാക്കി ആ ഒരു സന്ദർഭത്തിൽ അവളെങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഒരു സൈക്കോയെ പോലെ അഹൂജ തുളസിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, നീ എന്നോട് പ്രതികാരം ചെയ്യാൻ നോക്കി, എന്നാൽ അത് കണ്ടുപിടിച്ച് അതിന്റെ മുന്നേ ഞാൻ നിന്നോട് പ്രതികാരം ചെയ്തു. എന്റെ ഭാഗത്തും നഷ്ടമുണ്ട്, നിന്റെ ഭാഗത്തും നഷ്ടമുണ്ട്. നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ രണ്ട് മക്കളെയും നഷ്ടമായി. അപ്പൊ നമ്മൾ രണ്ടുപേരും ഇപ്പോ ഒരുപോലെയല്ലേ. ഇത് പറഞ്ഞ് വല്ലാത്തൊരു സൈക്കോയെ പോലെ തന്നെ അഹൂജ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന തുളസിയുടെ അടുത്തേക്ക് വരികയാണ്.
സത്യം പറഞ്ഞാൽ ആ സ്ത്രീയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒന്നും നടക്കില്ല എന്ന് നമ്മൾ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ അഹൂജയുടെ വയറ്റത്തേക്ക് 2-3 ബുള്ളറ്റ് ടേ 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 എന്ന് അങ്ങ് തുളച്ച് കയറുകയാണ് കേട്ടോ. തുളസി രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. യഥാർത്ഥത്തിൽ അരുൺ തുളസിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും തുളസിയുടെ ഉള്ളിലെ പ്ലാൻ എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് വേറെ തന്നെയാണ്. ഈ ഒരു രാത്രി കൊണ്ട് ഈ കല്യാണം കഴിയുന്നതോട് കൂടിയിട്ട് ആ കുടുംബത്തെ മുഴുവനായിട്ടും ഇല്ലാതാക്കണം എന്നുള്ളത് അവളുടെ ഉള്ളിൽ ഒരു പ്ലാൻ തന്നെയായിരുന്നു. അതുകൊണ്ട് ലോഡ് ചെയ്ത ഗണ്ണ് അവളുടെ അരയിൽ എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചാണ് അഹൂജയുടെ പള്ളക്കിട്ട് പൊട്ടിച്ചത്. പെടഞ്ഞുകൊണ്ട് തന്നെ അയാൾ താഴേക്ക് വീഴാണ്. ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു സിനിമയുടെ ഒരു ഘട്ടത്തിൽ ഇവിടെ വെച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്തായാലും പോലീസ് വന്ന് ഒരു അന്വേഷണം നടത്തിയാൽ എന്തായാലും തുളസി പിടിക്കപ്പെടും. എന്നാൽ തുളസിക്ക് അതിനെക്കുറിച്ചൊന്നും യാതൊരു പേടിയില്ല. ഈ ഒരു രാത്രി കൊണ്ട് ആ കുടുംബത്തെ അങ്ങോട്ട് ഇല്ലാതാക്കുക, അത് മാത്രമേ അവളുടെ ലക്ഷ്യം. പക ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. എന്തായാലും തുളസിയുടെ കാൽ ചുവട്ടിൽ ഈ അഹൂജ മരിച്ചു വീഴുകയാണ്. എന്തായാലും തുളസിയുടെ പ്രതികാരം, അവളുടെ ഭാഗത്ത് വലിയ നഷ്ടം ഉണ്ടായാലും അവൾ ആ പ്രതികാരം വീട്ടി കഴിഞ്ഞു. എന്നിട്ട് ഈ സിനിമയുടെ അവസാനം ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ഇത്രയും വലിയ വിരുന്നിന് വേണ്ടി നല്ല ഭക്ഷണം തയ്യാറാക്കി വെച്ചില്ലേ. എന്തായാലും ആ ഒരു വിരുന്ന്, ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ചധികം ആടുകൾ, അവറ്റകൾ വളരെ ആർത്തിയോട് കൂടിയിട്ട് ആ ഭക്ഷണം കഴിക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ തീരുന്നുണ്ട്. ഹംഗ്രി, വിശപ്പ് എന്ന പേരുള്ള ഈ സിനിമ ഇവിടെ തീരുകയാണ്. എന്താണ് ഈ സിനിമയുടെ പേര് കൊണ്ടും അതുപോലെ തന്നെ ഈ കഥ കൊണ്ടും ഉദ്ദേശിക്കുന്നത്? വിശപ്പ്, ആർത്തി, പണത്തിനോടുള്ളത്, അതുപോലെ തന്നെ പ്രതികാരത്തിനോടുള്ളത്. മനുഷ്യരുടെ ഉള്ളിൽ ഈ രണ്ട് വികാരങ്ങളും വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ രണ്ട് കാര്യങ്ങളും ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ എന്തൊക്കെ ചെയ്യുന്നു അവന് മാത്രമേ അറിയുള്ളൂ. മൃഗതുല്യമായിട്ട് മാറും. എന്തൊക്കെയായാലും സിനിമയുടെ അവസാനം ഒരു മെസ്സേജ് കൂടെ തരുന്നുണ്ട്. അതുപോലെ നല്ലൊരു കിടിലൻ ത്രില്ലറും ആയിരുന്നില്ലേ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സിനിമയുടെ അവസാനം നടന്നില്ലേ. അപ്പൊ ഇതുപോലെയുള്ള സിനിമകൾ ഇനിയും ഞാൻ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് ആ കഥകൾ വേഗം കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അഭിപ്രായം അതാണ് നിങ്ങൾ തീരെ ചെയ്യാത്തത് കേട്ടോ. ഈ ഇന്ത്യൻ ചാനൽ കുറെ പേര് വീഡിയോ കാണുന്നുണ്ടെങ്കിലും ആരും കമന്റ് ഇടാറില്ല. എടോ, കഥയെക്കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം, സിനിമ ഇഷ്ടമായോ ഇല്ലയോ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കമന്റ് ഇടുക കേട്ടാ. എന്നാലേ നമ്മുടെ വീഡിയോ കുറച്ച് ആളുകളിലേക്കൊക്കെ റീച്ച് ആയി പോവുള്ളൂ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.